മൂന്നര കൊല്ലമായി ഞങ്ങൾ ഇതിന്റെ വയ്യാൽ നടക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഇതൊരു തീരുമാനമാക്കിയില്ല. ഇവിടുന്ന് പെട്രോൾ വെച്ച് കത്തിച്ച് ചാകാനുള്ള തീരുമാനത്തിലാണ്. മലപ്പുറം ജില്ലയിലെ വാഴയിലാണ് തിങ്കളാഴ്ച ഇത്തരത്തിൽ നാടകീയമായ ഒരു സംഭവം അരങ്ങേറിയത്. ഈ വഴി നന്നാവണം എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ഇപ്പത്തെ മെമ്പർ ആയിട്ടുള്ള ജയ എന്ന് പറഞ്ഞ ആളെ ഒരു കത്ത് കൊടുത്തത് ആസ്തിയിൽ ചേർത്തണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് നീതി വേണം. നീതി കിട്ടിയില്ല ഞങ്ങൾ പറഞ്ഞു. ആൾക്കറിയാലോ, ഞാൻ പറഞ്ഞ് ചെയ്യണ ആളാണ്. ആൾക്കറിയാലോ. നമസ്കാരം. വീട്ടിലേക്കുള്ള വഴി സഞ്ചാരയോഗ്യമാക്കി കൊടുക്കാത്തതിൽ പ്രതിഷേധിച്ച് യുവാവ് പഞ്ചായത്ത് ഓഫീസിനകത്ത് പെട്രോളുമായി ചെന്ന് ആത്മഹത്യാ ഭീഷണി മുഴക്കി. മലപ്പുറം ജില്ലയിലെ വാഴയൂരിലാണ് തിങ്കളാഴ്ച ഇത്തരത്തിൽ നാടകീയമായ ഒരു സംഭവം അരങ്ങേറിയത്. വാഴയൂർ സ്വദേശിയായ ഗോപാലൻ എന്നയാളിന്റെ മകൻ സതീഷാണ് ഇത്തരത്തിൽ പഞ്ചായത്ത് ഓഫീസിൽ എത്തുകയും തന്റെ പോക്കറ്റിലുണ്ടായിരുന്ന കുപ്പിയിൽ കരുതിയ പെട്രോൾ എടുത്തു കാണിച്ചുകൊണ്ട് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തു തന്നെയായാലും പിന്നീട് പോലീസും മറ്റും സ്ഥലത്തെത്തി ഇയാളെ അനുനയിപ്പിക്കുകയും പ്രശ്നം പരിഹരിക്കാം എന്ന് പറഞ്ഞ് സമാധാനിപ്പിച്ചു വിടുകയുമായിരുന്നു ചെയ്തത്. ഇതിനിടെ തന്നെ ഈ ദൃശ്യങ്ങൾ ചിലർ ക്യാമറയിൽ പകർത്തുകയും പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത് പ്രചരിക്കുകയും ചെയ്യുകയായിരുന്നു. നമുക്ക് ആ ദൃശ്യം ഒന്ന് കാണാം. മൂന്നര കൊല്ലമായി ഞങ്ങൾ ഇതിന്റെ വയ്യാൽ നടക്കണം. അപ്പൊ ഞങ്ങൾക്ക് ഇതൊരു തീരുമാനമാക്കിയില്ല. ഇവിടുന്ന് പെട്രോൾ വെച്ച് കത്തിച്ച് ചാകാനുള്ള തീരുമാനത്തിലാണ്. പെട്രോളിന്റെ നീതി കിട്ടിയില്ല. ഞാൻ പറഞ്ഞ ആൾക്കറിയാലോ. സതീശൻ എനിക്ക് ഇന്ന് കാണില്ലല്ലോ. ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. അതിന്റെ അപ്പുറത്തേക്ക് വേറെ വർത്താനില്ല. ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും. കാരണം ഇനി നീതി വേണം. ഞങ്ങൾക്ക് നീതി വേണം. നീതി കിട്ടിയില്ല ഞങ്ങൾ പറഞ്ഞു. ആൾക്കറിയാലോ, ഞാൻ പറഞ്ഞ് ചെയ്യണ ആളാണ്. ആൾക്കറിയാലോ. തീരുമാനമായില്ല. ഇവിടെ ഞങ്ങൾ ഈ പഞ്ചായത്തിൽ ആരോട് ഞങ്ങൾ ചർച്ചയ്ക്കില്ല. വാഴയൂർ സ്വദേശിയായ ഗോപാലന്റെ മകൻ സതീഷാണ് ഇത്തരത്തിൽ തിങ്കളാഴ്ച പഞ്ചായത്ത് ഓഫീസിനകത്ത് കയറി ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഇയാളുടെ വീട്ടിലേക്കുള്ള വഴി സഞ്ചാരയോഗ്യമാക്കി കൊടുക്കണമെന്നുള്ളതാണ് ഇയാളുടെ ആവശ്യം. ഏറെ നാളായി പഞ്ചായത്ത് ഇത്തരത്തിൽ തങ്ങളെ ഇട്ട് വട്ടം കറക്കുകയാണ് എന്നുള്ളതാണ് ഇയാൾ വലിയ പരാതിയായി ചൂണ്ടിക്കാണിക്കുന്നത്. തനിക്ക് നീതി വേണം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഇത്തരത്തിൽ ഇയാൾ ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. ഇപ്പോൾ ഈ വിഷയത്തെക്കുറിച്ച് പ്രദേശവാസിയും പൊതുപ്രവർത്തകനുമായ വാസുദേവൻ നമ്മളോട് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം പറയുന്നത് നമുക്ക് എന്താണ് എന്ന് നോക്കാം. അതാണ് ഇയാളെ വീട്ടിലേക്കുള്ള ഒരു വഴി. അപ്പൊ വീട്ടിലേക്കുള്ള വഴി അത് ടെൻഡർ കൊടുത്ത് വർക്ക് എടുക്കാൻ വന്നപ്പോ തൊട്ടടുത്തുള്ള ആള് അവിടെ ഇയാളെ മതിൽ ഇവര് ഇടിച്ചിരുന്നു. അത് കെട്ടിയിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. അത്ര വിഷയം ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിനുശേഷം ഇയാള് പരാതി കൊടുത്തോ മറ്റാളും പരാതി കൊടുത്ത് പരാതിന്റെ അടിസ്ഥാന പരാതി കൊടുത്തു. അപ്പൊ ഈ സത്യം എന്ന് പറഞ്ഞ ആളും പരാതി കൊടുത്ത് അയൽവാസി പരാതി കൊടുത്തപ്പോ 2 പരാതി എഞ്ചിനീയർ പോയി പരിശോധിക്കാൻ നോക്കിയപ്പോ സത്യത്തിൽ ഇതിന്റെ 30 മീറ്റർ അപ്പുറത്ത് ഇതേ പേരിൽ വേറൊരു ഫുട്പാത്താണ് ആസ്തിയിലുള്ളത്. യഥാർത്ഥത്തില് ആസ്തിക്കകത്ത് 1068 മീറ്റർ നീളവും സിമെന്റ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഈ ഇവര് പറഞ്ഞ ഫുട്പാത്തിന്റെ മുകളിൽ ഒരു പൈസയും ചെലവഴിച്ചിട്ടില്ല ഇതുവരെ. ഫണ്ടൊക്കെ വകയിരുത്തിയിട്ടുണ്ട്. അപ്പൊ തുടങ്ങിയിട്ടുള്ള ആളുകൾ പോയി നോക്കിയപ്പോ യഥാർത്ഥത്തിൽ അതാണ് എന്നുള്ളടത്ത് എത്തി. അപ്പൊ നമ്മൾ എന്ത് ചെയ്ത് ഇയാൾക്ക് വഴി നന്നാവണല്ലോ. ഈ വഴി നന്നാവണം എന്നുള്ള നിലയ്ക്ക് അവിടുത്തെ ഇപ്പത്തെ മെമ്പർ ആയിട്ടുള്ള ജയ എന്ന് പറഞ്ഞ ആളെ ഒരു കത്ത് കൊടുത്തത് ആസ്തിയിൽ ചേർത്തണം എന്ന് പറഞ്ഞിട്ട്. ആസ്തിയിൽ ചേർത്ത് പ്രവൃത്തി നടത്തണമെന്ന് ഗ്രാമസഭയിലും അയാൾ ഉറപ്പ് കൊടുത്തത് ആസ്തിയിൽ ചേർത്ത് പ്രവൃത്തി നടത്താനുള്ള നടപടി സ്വീകരിക്കണം. എന്തായാലും ആസ്തിയിൽ ഇല്ലെങ്കിലും ഇത് നന്നാക്കണം എന്നുള്ളതാണ് എത്തിയത് അവിടുത്തെ മെമ്പർ ഉള്ളത്. അപ്പൊ അതിന്റെ ഒരു നടപടിക്രമം ഉണ്ടാവുമല്ലോ. ആസ്തിയിൽ ചേർക്കണമെങ്കിൽ ആ സൈറ്റ് വില്ലേജ് ഓഫീസറും ഇവരും പോയി, അതായത് ഇപ്പൊ ഇടവഴി ആയതുകൊണ്ട് നമുക്ക് രജിസ്റ്റർ തുറക്കാൻ കഴിയില്ല. അപ്പൊ അത് പുറമ്പോക്ക് ഭൂമിയാണെങ്കിൽ അത് വില്ലേജ് ഓഫീസർ പറഞ്ഞ് പഞ്ചായത്തിന് കൊടുത്ത് ആസ്തിയിൽ ചേർത്താം. ആ നടപടിക്രമത്തിന് കാത്തിരിക്കാൻ ഇവർക്ക് നേരെ സമയമില്ലാതെ ഇവർ പോയതാണ്. ഇവർ പറയുന്നതനുസരിച്ച് പഞ്ചായത്ത് ഇക്കാര്യത്തിൽ നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ചെറിയ ഒരു കാലവിളംബം അതിന് നേരിട്ടിട്ടുണ്ട്. ഇതാണ് സതീഷിനെ പ്രകോപിപ്പിച്ചത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. ഇതുകൊണ്ടാണ് അയാൾ ഇത്തരത്തിൽ പെട്രോളുമായി പഞ്ചായത്ത് ഓഫീസിൽ ചെല്ലുകയും വലിയ രീതിയിലുള്ള ഒരു ആത്മഹത്യാ ഭീഷണിയൊക്കെ മുഴക്കുകയും ചെയ്തിട്ടുള്ളത്. എന്ത് തന്നെയായാലും പോലീസ് തക്ക സമയത്ത് എത്തുകയും ഇടപെടുകയും ഈ പ്രശ്നം പരിഹരിക്കാമെന്ന ഉറപ്പിൽ ഇയാളെ പറഞ്ഞു വിടുകയുമാണ് ചെയ്തത്.